13 വർഷത്തിന് ശേഷം അണ്ണന്റെ തിരിച്ചു വരും. അണ്ണൻ താണ്ട വാടി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ നമുക്ക് സന്തോഷമായി. അപ്പോൾ ഫൈനലി ദ മോസ്റ്റ് അവൈറ്റഡ് കറുപ്പ് ഈസ് ഹിയർ. അപ്പോൾ 13 വർഷങ്ങൾക്ക് ശേഷം സൂര്യയുടെ ഒരു കാത്തിരുന്ന കംബാക്ക് ചിത്രം കറുപ്പ് കണ്ടിറങ്ങി ഓടിച്ചോടെ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ കറുപ്പ് കണ്ടോ നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ കമന്റ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തോ. നേരെ കറുപ്പ് റിവ്യൂലേക്ക്. അടിപൊളി സൂപ്പർ. പ്രതീക്ഷ പോലെ പക്ക മാസ് പടം. അണ്ണൻ താണ്ട വാടി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല, കിഡിലുമായിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ്. ഭയങ്കര ബീജിമിൽ കണ്ടാരു ഇതൊക്കെ ഇരുന്ന് രോമാഞ്ചം വരും. നമ്മുടെ മെയിൻ പാട്ടൊക്കെ വന്നോ? മെയിൻ പാട്ടൊന്നും വന്നിട്ടില്ല. ഫസ്റ്റ് ഹാഫ് അത്ര ചെറിയ പാട്ടുകൾ, ബട്ട് സെക്കൻഡ് ഹാഫ് ഫുള്ളി എക്സ്പെക്റ്റഡ് ആണ്. അടിപൊളിയാണ്. ഇമോഷണലൊക്കെ പിടിച്ചിട്ടുണ്ടോ? അയ്യോ, ഇന്ത്യൻ സാറൊക്കെ ആണെങ്കിൽ നമ്മളെ എഡ്ജ് എന്നുവെച്ചാൽ നമ്മളെ കരയിപ്പിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. ഇന്ത്യൻ സൈഡ് പൊളിക്കുന്നു. സൂര്യയുടെ ഗോഡ് മോഡ് എൻട്രി വേറെ ലെവല് പൊളിച്ചടുക്കി അവിടെ നോക്കി. 13 വർഷത്തിന് ശേഷം അണ്ണന്റെ തിരിച്ചു വരും. ഫാൻ ബോയ് മൂവ്മെന്റ് എല്ലാം ഉണ്ട്. എമോഷണലി ഫാൻ ബോയ് മൂവ്മെന്റ്, സ്റ്റോറി എല്ലാം ഉണ്ട്. ഒരു രക്ഷയില്ല, തകർത്തടുക്കുകയാണ്. ഇത്തവണ തൂക്കേടി. സെക്കൻഡ് ഹാഫ് കാണാൻ കിടക്കുന്നേ ഉള്ളൂ. സെക്കൻഡ് ഹാഫ് കൂടെ വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റും. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല. കംബാക്ക് കൺഫേം. 13 വർഷത്തിന് ശേഷം അണ്ണന്റെ കംബാക്ക് ഇതായിരിക്കാനാണ് ചാൻസ്. ഓക്കെയാണ് സൂപ്പർ. ഇതുവരെ സൂപ്പറാണ്. ഫസ്റ്റ് ഹാഫ് സൂപ്പറാണ്. നല്ല അടിപൊളിയാണ്. ഇതുവരെ സൂപ്പറാണ്. സൂര്യയുടെ ഒരു നല്ല തിരിച്ചു വരവാണ്. കണ്ടില്ലേ കിടിലം ഇൻട്രോ സൂര്യ സൂപ്പർ ആണ്. കിടിലം പടം. മസ്റ്റ് വാച്ചാണ്. സൂര്യ തിരിച്ചു വന്ന്. ക്ഷീണമെല്ലാം മാറ്റി. അടിപൊളി പടം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കാര്യം നമ്മൾ ഏറെ നാൾക്ക് ശേഷം സൂര്യയുടെ ഒരു തിരിച്ചു വരവെന്ന് തന്നെ പറയാം. ഫസ്റ്റ് ഹാഫ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഫാമിലി ആയിട്ടും കാണാം, ഫാൻസിനും ഫാമിലിക്കും കാണാം. എല്ലാവർക്കും ഒരേപോലെ ഉള്ളൊരു പടം തന്നെയാണിത്. നമ്മള് ത്രൂ ഔട്ട് ഒരു വെറും പക്കാ മാസ് അല്ല, ഒരു സ്റ്റോറി കണ്ടന്റ് ഓറിയന്റഡ്. അടിപൊളി എന്ന് പറയാൻ ഇതിന് അപ്പുറമൊന്നുമില്ല. ബ്രോ എന്നെ ഒന്ന് കണ്ടു നോക്കുക. ഇതിനപ്പുറത്തോട്ട് എനിക്കൊന്ന് വേറെ ഒന്നും പറയാൻ വന്നത് തന്നെ നമ്മൾ ഭയങ്കര സന്തോഷമാണ്. ഫാൻസിന് മാത്രം ഒരു ഭയങ്കര സന്തോഷമാണ്. ഇന്നലെ പടം കാണാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഇന്ന് തീർത്ത് അറമാദിക്കുക തന്നെയാണ്. ഇന്റർവെല്ലൊക്കെ ഒന്നും പറയാനില്ല. സെറ്റ് ബ്രോ, സെറ്റ്. നമ്മൾ ട്രെയിലർ കണ്ടപ്പോ എല്ലാവർക്കും വലിയ പ്രതീക്ഷ. മാസ് മസാലാണ്. അതിന് മുകളിലാണ് സാധനം മുകളിലാണ് ഉറപ്പായിട്ടും. ട്രെയിലറിലൊന്നുമില്ല. സിനിമ ഒന്ന് മസ്റ്റ് വാച്ച് കണ്ടു എന്നാലും മനസ്സിലാവും. പ്രതീക്ഷിച്ചൊരു സൂര്യ തിരിച്ചു വന്നു ബ്രോ. സൂര്യ വന്ന് ജോൺറ നൈസാണ് ബ്രോ. അതായത് പക്ക ഒരു അടിച്ചുപൊളി ഫാൻസുകാർക്കുള്ള പടം. ഇത് ഫാൻസുകാർക്ക് മാത്രമായിട്ടുള്ള പടമാണ്. എല്ലാവർക്കും വന്ന് കാണുകയൊക്കെ ചെയ്യാം. ഒരു കുഴപ്പമില്ല. സൂര്യ പറഞ്ഞ പോലെ ഫാൻസ് ഉള്ള ട്രീറ്റ് ഉറപ്പായിട്ടും. ഇത് കംബാക്ക് ഷുവർ. ഓക്കെ. ഫസ്റ്റ് ഹാഫ് സൂപ്പർ. ഇതുവരെ കാണാത്ത സൂര്യയുടെ ഒരു മൊത്തത്തിൽ അത് തന്നെ ഏറ്റവും സൂപ്പർ. സായിയുടെ മ്യൂസിക് ആണ്. നമ്മൾ പ്രതീക്ഷിച്ചൊരു കൊമേഴ്ഷ്യൽ പരിപാടി അടിപൊളിയായിട്ടുണ്ട്. ഒരു കംബാക്ക് മൂവ്മെന്റ് തന്നെ. ബീജും എല്ലാം സെറ്റ് ചെയ്തു. ഇമോഷണൽ എല്ലാം ഓക്കെ. ഫസ്റ്റ് ഹാഫിൽ തന്നെ കംബാക്കിനുള്ള സെക്കൻഡ് ഹാഫ് അടിപൊളിയാക്കി. സൂര്യ എങ്ങനെയുണ്ട്? ഇതുവരെ അടിപൊളിയായിരുന്നു. ത്രൂ ഔട്ട് ഒരു കൊമേഴ്ഷ്യൽ പരിപാടി വർക്കായിട്ടുണ്ട്. നമ്മൾ ട്രെയിലർ ഒക്കെ കണ്ടപ്പോ ഒരു പക്ക ഇമോഷണൽ എല്ലാം ഒരേ ഫ്ലോയിൽ പോയ. ഓക്കെ. സൂര്യണ്ണൻ തിരിച്ചു വന്നു. ഇപ്പോൾ വേറെ ഒന്നുമില്ല. നമുക്ക് സന്തോഷമായി. ഓക്കെ.